ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ കുട്ടീസിനും വലിയവർക്കും ഒരുപോലെ അത്രയ്ക്ക് ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. 3 കഷ്ണം ചിക്കൻ പീസ് എടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത് ചിക്കനിലേക്ക് ഇടാം. പകുതി സവാള, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് മല്ലിയില. ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചേക്കണേ. ഈ മിക്സിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ സോയാ സോസ്. ഇതിലേക്ക് 3 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർക്കണേ. കുഴച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ 1 ടീസ്പൂണും കൂടി ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കയ്യിലെടുത്ത് ഷേപ്പ് ആക്കാൻ പറ്റണം. ആ ഭാഗത്തിനാവണം, അതനുസരിച്ച് ബ്രെഡ് ക്രംസ് ചേർത്തോളൂ കേട്ടോ. എല്ലാം നല്ലോണം മിക്സായി നമുക്ക് 2ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് ഷേപ്പ് ആക്കി എടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചീസ് സ്ലൈസ് എന്തോരം വേണോ അതനുസരിച്ച് വെച്ചോളൂ. അല്ല ക്യൂബ് ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഇതെല്ലാം കൂടി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഒരെണ്ണം റെഡിയാക്കി എടുത്തു. ഇതേപോലെ അടുത്ത ബോൾസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിക്കാം. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നല്ലോണം ബീറ്റ് ചെയ്യാം. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാം. എല്ലാ ഭാഗത്തും നല്ലോണം കോട്ട് ചെയ്ത് കൊടുക്കണേ. ഒരെണ്ണം നമ്മൾ ബ്രെഡിൽ കോട്ട് ചെയ്തു. അടുത്തത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെച്ചെടുക്കാം. ആ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് 2-3 സാധനം റെഡിയാക്കി എടുക്കാം. ജാറിലേക്ക് 2 ടീസ്പൂൺ മയോണീസ് ആഡ് ചെയ്യുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മല്ലിയിലേക്കാട്ടിലും കുറച്ചാണ് കേട്ടോ പുതിന എടുത്തേക്കണേ. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് മാറ്റി വെക്കാം. ബൗളിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിലേക്ക് പകുതി ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്, പകുതി സവാള. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളോട്ടെ. എല്ലാറ്റിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് വേണം ഓരോന്നിലും ഉപ്പ് ചേർക്കാനായി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് മയോണീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് റെഡിയായി. ഇതും മാറ്റി വയ്ക്കുന്നുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. 10 മിനിറ്റ് ആയി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ് ഫ്രൈ ചെയ്യാട്ടോ. ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ബ്രെഡ് ക്രംസ് ഒക്കെ സെറ്റായി കിട്ടും. അതിന് വേണ്ടിയാണ് വെക്കണത്. 2 ഭാഗം തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരെണ്ണ നമ്മൾ റെഡിയാക്കി. ഇതേപോലെ തന്നെ മറ്റതും റെഡിയാക്കി എടുക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂണിലും കുറവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കുറച്ച് വെള്ളം ചേർത്ത് ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. 2 ബർഗർ ബൺ എടുത്ത് മുറിച്ച് വെച്ചേക്കണതാണ്. ബണ്ണിൻ്റെ അടിഭാഗത്ത് ടൊമാറ്റോ സോസാണ് തേക്കാൻ പോണേ. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മോൾ ഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മയോണീസിൻ്റെ തൈര് മല്ലിയില ഒക്കെ ഇട്ട് അരച്ച് വെച്ചില്ലേ, ആ മിക്സാണ് തേക്കണത്. റെഡിയാക്കി വെച്ചേക്കണ കട്ട്ലറ്റ് വയ്ക്കാം. എൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ വെജിറ്റബിളിൻ്റെ മിക്സ് വെക്കിയിട്ട് വെജിറ്റബിളിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളിതിൽ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മൈദയുടെ മിക്സും കുറച്ച് കോൺഫ്ലെക്സ് എടുത്ത് പൊടിച്ച് വെച്ചേക്കണതാണ്. മൈദയുടെ മിക്സിലേക്ക് റെഡിയാക്കി വെച്ചേക്കണ ബർഗർ ബണ്ണ് മുക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് കോൺഫ്ലെക്സിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കണം. സൈഡിലും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. രണ്ടും നമ്മൾ കോൺഫ്ലെക്സിൽ സെറ്റ് ചെയ്തെടുത്തു. 15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിലാണ് ഇട്ടാ വെക്കണേ, ഫ്രീസറിലല്ല. 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവണ്ട കേട്ടോ, കുറേശ്ശെ ചൂടാവുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചോളൂ. ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ കുറേശ്ശെ കോരി ഒഴിക്കുക.
ഇനി ഒരുപാട് ഫ്രൈ ആക്കി ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മാത്രം മതി. തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരെണ്ണം ഇപ്പം റെഡിയാക്കി എടുത്തു. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ എണ്ണ ഇങ്ങനെ കോരി ഒഴിക്കുക. അപ്പം പെട്ടെന്ന് മുകൾ ഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ 15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണില്ലേ, അത് ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ റെഡിയാക്കി അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാട്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. രണ്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. 4-5 സ്റ്റെപ്പുകൾ അധികം ഉണ്ട്, പക്ഷെ എല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ്. എത്ര കുഞ്ഞായാലും വലിയ സ്റ്റെപ്പുകളായാലും ഇങ്ങനത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.